ഇലക്ഷൻ റിസൾട്ട് വന്നു. വിജയിച്ച പാർട്ടികളും നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിലാണ് നമ്മളെല്ലാം കേട്ടൊരു വാർത്ത. അങ്ങ് മലപ്പുറത്തെ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചില മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കൂടിച്ചേർന്ന് അവിടെ ഇടുന്ന ഭക്തിഗാനത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചിരിക്കും. ഇത് ഹൈന്ദവതയെ അപമാനിക്കലാണ്, ക്ഷേത്രത്തെ അപമാനിക്കലാണ്. എത്രയെത്ര വാർത്താ ചാനലുകൾ, ജനം ടി വരെ സംഭവം പോസ്റ്റ് ചെയ്ത് കേട്ടോ. മുസ്ലിം ലീഗ് പ്രവർത്തകർ ദേശവിരുദ്ധ ഹൈന്ദവ വിരുദ്ധ പ്രഖ്യാപനം നടത്തിയെന്ന് പറഞ്ഞു. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ ശശികല ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. ക്ഷേത്രത്തിൽ പാട്ട് വേണ്ടെങ്കിൽ പള്ളിയിൽ ബാങ്കും വേണ്ട, നമുക്ക് ഒരുമിച്ച് കൂടാം. അതുപോലെ തന്നെ മറ്റൊരു സഹോദരന്റെ വീഡിയോ ക്ലിപ്പ് അതുകൂടെ ഞാൻ കേൾപ്പിക്കാം, ഒന്ന് കേട്ടു നോക്ക്. ദിവസവും 5 നേരം ഒരു ദേശം മുഴുവൻ കേൾക്കത്തക്ക രീതിയിൽ ഉച്ചത്തിൽ വിളിക്കുന്ന ബാങ്കിനെ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും രാത്രിയും പകലും കാതടപ്പിക്കുന്ന തരത്തിലുള്ള മതപ്രഭാഷണങ്ങളെ, അതിലേറെ കാഫിറിനെ ബഹുദൈവ ആരാധകരെ ഉന്മൂലനം ചെയ്യാനുള്ള ആഹ്വാനങ്ങൾ ഉള്ളതിനെ ഇവിടത്തെ ഒരു ഹിന്ദുവും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. എന്നിട്ടും ക്ഷേത്രങ്ങളിലെ അതിരാവിലത്തെ ഭക്തിഗാനത്തെ ലീഗ് എതിർക്കുന്നത് ഒരവസരം കിട്ടിയപ്പോ കയറി അങ്ങ് മുതലാക്കണല്ലേ. മാക്സിമം മത വർഗീയത പറഞ്ഞ് തമ്മിത്തല്ലി ചോര കുടിക്കണമല്ലേ. അത് പിന്നെ ഒരു സ്വഭാവമാണല്ലോ, പ്രാക്കുളയുടെ ജന്മമാണല്ലോ അല്ലേ. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് ആ നാട്ടുകാരനും പരിസരവാസിയുമായ ഹൈന്ദവനായ സഹോദരന്റെ വാർത്ത നമുക്കൊന്ന് കേൾക്കാം. യഥാർത്ഥത്തിൽ അവിടെ മുദ്രാവാക്യം വിളിച്ചത് ഹിന്ദുസ് തന്നെയാണ്. ഈ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾ തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചത്. ക്ഷേത്ര സമിതി തലേ ദിവസം വൈകുന്നേരം ഗ്രൂപ്പുകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വിഷയങ്ങളൊന്നുമില്ല, പറഞ്ഞു തീർന്നു എന്ന്. പക്ഷെ ന്യൂസ് ഇപ്പം സ്പ്രെഡായി. അതൊരു മുസ്ലിം വൈരാഗ്യ രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രദേശത്ത് ആകെ 8 കുടുംബങ്ങൾ മാത്രമേ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റികളിൽ ബാക്കി. അല്ല ശശികല ടീച്ചറെ, അപ്പൊ അവിടെ സമരം നടത്തിയത് മുസ്ലിങ്ങളല്ലല്ലോ. നിങ്ങൾ ഈ വാർത്ത കേട്ടിട്ടുണ്ടാവുമല്ലേ? കേട്ടാലും ഇതിനെപ്പറ്റി നിങ്ങളൊന്നും പറയില്ലല്ലോ. നിങ്ങൾക്ക് വിഷം ചീറ്റാൻ ഇതിലൊന്നും ഇല്ലല്ലോ. ആ നാട്ടുകാരായ ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ് ആ ക്ഷേത്രത്തിൽ നിന്നുള്ള ഭക്തിഗാനത്തിനെതിരെ സമരം നടത്തിയതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിച്ചത്. അത് അവർക്കിടയിലുണ്ടായ ചില പ്രശ്നങ്ങളാണ്. അതെങ്ങനെയെങ്കിലും മുസ്ലിങ്ങളുടെ തലയിലേക്ക് കൊണ്ടിട്ട് കൊടുത്ത് ഒരു കലാപം, ഒരു വർഗീയത, അതൊരു സുഖം തന്നെയാ, അതൊരു വല്ലാത്ത രസം തന്നെയാ. ഇവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെയുള്ള മനുഷ്യർ, അതേത് മതത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് മതവിഭാഗത്തിലെയും വർഗീയ ചിന്തയുള്ളവർക്കല്ലാതെ മനുഷ്യരാ ജീവിക്കുന്ന ആർക്കും അമ്പലത്തിലെ ഭക്തിഗാനമോ ക്രിസ്ത്യൻ പള്ളിയിലെ മണിനാഥമോ പള്ളിയിലെ ബാങ്കോ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഈ പറയുന്നത് ശരിയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് കമന്റിലൂടെ അഭിപ്രായം അറിയിക്കുക. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഇമാതിരി ജാതി ആൾക്കാരെ സൂക്ഷിച്ചാൽ നമ്മുടെ രാജ്യത്തിന് നല്ലതാ.